കേൾക്കാൻ വയത് കേൾക്കാൻ എന്റെ പെങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടില്ലേ? 5000 രൂപ വിലയുള്ള ചെറുപ്പം, 50,000 രൂപ വിലയുള്ള സാരിയും, 501 പവനം ധരിച്ച നീ നിന്റെ മണവറയിൽ നിന്റെ മണവാളനെ കാത്തിരിക്കുന്ന ദുരന്തപൂരിതമായ മംഗല്യങ്ങൾക്കും കല്യാണങ്ങൾക്കും ഈ സമുദായത്തിൽ നീ വിധേയയായോ മോളെ? അത് ശാപമാണ് കേട്ടോ, അത് ലഅനത്തിന്റെ കല്യാണമാണ് കേട്ടോ. എത്രയോ എത്രയോ കല്യാണങ്ങൾ ഈ സമുദായത്തിൽ നടക്കുന്നുണ്ട്. ഇടുന്ന ചെരുപ്പ് 5000 രൂപ വിലയുള്ള, 10,000 രൂപ വിലയുള്ള ചെരുപ്പുകൾ ധരിക്കുന്നു. 10,000ത്തിന്റെ സാരി മാറിയിട്ട് 50,000ത്തിന്റെ സാരി മാറിയിട്ട് 1,00,000 രൂപ വിലയുള്ള സാരി അണിയുന്നു. 501 പവൻ ധരിക്കുന്നു. ഇങ്ങനെ നീ വലിയ സഞ്ചരിക്കുന്ന ഒരു ജ്വല്ലറിയായിട്ട്, ഒരു മൊബൈൽ ജ്വല്ലറിയായിട്ട് വിവാഹം പന്തലിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അയലത്തുകാരിയായ 36 വയസ്സുള്ള പ്രിയപ്പെട്ട പെങ്ങളുണ്ടല്ലോ, സമ്പത്തില്ലാത്തതിന്റെ പേരിൽ മംഗല്യം മുടങ്ങിപ്പോയ പാവപ്പെട്ട ചെറ്റക്കൂരയിൽ, വേദനിച്ച് ചോർച്ചലിക്കുന്ന ചെറ്റക്കൂരയിൽ കണ്ണീരോടെ കരഞ്ഞ് കരഞ്ഞ് കഴിയുന്ന അയലത്തുകാരിയായ 20 വയസ്സ് പിന്നിട്ട് 25 വയസ്സ് പിന്നിട്ട് രോഗിയായ വാപ്പാക്ക് പൊന്നുമോളെ കെട്ടിച്ചേക്കാൻ വേണ്ടത്ര സാമ്പത്തികതയില്ലാത്തതിന്റെ പേരിൽ ഒരു സുപ്രഭാതത്തിൽ ആ മനുഷ്യൻ എത്രയെത്ര മുതലാളിമാരുടെ മുന്നിൽ പോയി കൈനീട്ടിരുന്നു. എത്രയെത്ര പാവപ്പെട്ടവന്മാർ, എത്രയെത്ര സമ്പന്ന തമ്പുരാക്കന്മാരുടെ വലിയ വലിയ കൊട്ടാര സമാനമായ വീട്ടിന്റെ രാജകീയ പ്രൗഢിയുള്ള വലിയ വലിയ കൊട്ടാരങ്ങളുടെ മട്ടിന്റെ താഴെ ചെന്ന് കൈനീട്ടിരുന്നു. എനിക്ക് സമ്പത്തില്ല, എനിക്ക് സാമ്പത്തികതയില്ല. എന്റെ മോൾക്ക് പ്രായം 25 വയസ്സ് കഴിഞ്ഞു, എന്റെ പൊന്നുമോൾക്ക് പ്രായം 35 വയസ്സ് പിന്നിട്ടു. നിങ്ങളുടെ കാരുണ്യത്തിന്റെ അല്പം കനിവനിക്ക് നൽകുമോ എന്ന് ചോദിച്ച് കണ്ണീരോട് എത്രയെത്ര പ്രമാണിമാരുടെ വീട്ടിന്റെ മുന്നിൽ പോയി നിന്ന് കൈനീട്ടി യാചിച്ചിരുന്നു. അവസാനം അവർ എറിഞ്ഞു കൊടുക്കുന്ന നാണയത്തുണ്ടുകൾ വാരിയെടുത്തിട്ട് കടം വീടാൻ പോലും, കൂര നന്നാക്കാൻ പോലും കഴിയാതെ വന്ന് മാനസികമായി ടെൻഷനടിച്ച് വൃദ്ധനായ പിതാവിന് ഹാർട്ട് ബ്ലോക്ക് സംഭവിച്ചു മരണപ്പെട്ടു പോയി. പിതാവ് മരണപ്പെട്ടപ്പോൾ ആകെയുണ്ടായിരുന്ന ആശ്രയമായിരുന്ന പിതാവ് മരിച്ചു പോയപ്പോൾ 36 വയസ്സ് പ്രായമുള്ള പൊന്നുപോലുണ്ടല്ലോ, നമ്മൾ പടുത്തുയർത്തിയ പടുകൂറ്റൻ വീട്ടിന്റെ പരിസരത്ത് മഴ പെയ്യുമ്പോൾ ചോർച്ചൊലിച്ച് നനഞ്ഞടിച്ച് കഴിയുന്ന ചെറ്റക്കൂരയിൽ ഒരു വിവാഹാങ്കല്യം സ്വപ്നം കണ്ട് മരുഭൂമിയിലെ മരുപ്പച്ച പോലെ സ്വപ്നം കണ്ട് മരീചികയാകുന്ന തരത്തിൽ വിവാഹത്തിന് സ്വപ്നം കണ്ട് കഴിയുന്ന 36 വയസ്സുകാരിയായ പെങ്ങൾ എന്റെ പോലെ 501 പവനിട്ട് കല്യാണ പന്തലിൽ എന്റെ വാപ്പ പണമുള്ളവനാ, എന്റെ വാപ്പാന്റെ പണം 4 ആളുകൾ കാണട്ടെ, എന്റെ വാപ്പ നാട്ടിലെ കോടീശ്വരനാ, എന്റെ വാപ്പ നടത്തുന്ന കല്യാണ മാമാങ്കത്തിനെ പോലൊരു കല്യാണ മാമാങ്കം നടത്താൻ ഈ നാട്ടിൽ മറ്റൊരു മുതലാളിയും കഴിച്ചിട്ടില്ല എന്ന അഹങ്കാരത്തോടെ അഹന്തയോടെ കോടാനക്കോടി രൂപകൾ പൊടിപിടിച്ചു വലിയ വലിയ കല്യാണങ്ങൾ നടത്തുന്ന ആളുകളുടെ കല്യാണ പന്തലിൽ മണവാട്ടിയായിരുന്നു 501 പവനും 1001 പവനും ധരിച്ചുകൊണ്ട് 1,00,000 രൂപയുടെയും 2,00,000 രൂപയുടെയും സാരി ധരിച്ചുകൊണ്ട് 5,000-ന്റെയും 10,000-ന്റെയും വിലയുള്ള ചെരുപ്പ് ധരിച്ചിരിക്കുന്ന പെങ്ങളെ, അയലത്തുകാരിയായ 36 വയസ്സ് പിന്നിട്ടിട്ട് സമ്പത്തില്ലാത്തതിന്റെ പേരിൽ കല്യാണം കഴിക്കാൻ കഴിയാതെ വന്നിരിക്കുന്ന പെങ്ങൾ വീട്ടിന്റെ അകത്തളത്തിൽ തനിച്ച് കഴിയുകയാണ്. അയലത്ത് വിവാഹം നടക്കുകയാണ്. ആ വിവാഹത്തിന്റെ വീട്ടിലുണ്ടാക്കുന്ന സംസാരത്തിന്റെ ബിരിയാണിയുടെ മണം തന്റെ ചെറിയ ചെറ്റപ്പുരയിലേക്ക് ഇങ്ങനെ അടിച്ചു വന്നപ്പോൾ ഒരു ബിരിയാണി കഴിച്ചിട്ട് എത്രയോ നാളുകളായി, ഒരു ബിരിയാണി കഴിച്ചിട്ട് എത്രയോ നാളുകളായി ഞാനിതുവരെ നല്ല വൃത്താന ഭോജനം ഭക്ഷണം കഴിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് ചിന്തിച്ച പൊന്നുമോള് ആ കല്യാണ പന്തലിലേക്ക് ആരും കാണാതെ ഒളിച്ചും പാത്തും കടന്നു എന്നോ വേറെ നിറച്ച ആളുകൾക്കൊപ്പം ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചു. എന്നിട്ട് പുതുമണവാട്ടിയെ ഒന്ന് കണ്ടാലോ എന്നാഗ്രഹിച്ച് ആ കല്യാണ പന്തലിൽ ഈ രാജകീയ സിംഹാസനത്തിൽ ഉപവിഷ്ടയായ രാജകുമാരിയെ പോലെ ഇരിക്കുന്ന ആ കല്യാണ പന്തലിലേക്ക് 36 വയസ്സ് പിന്നിട്ട് കല്യാണം നടക്കാത്ത ആ പാവപ്പെട്ട പെൺകുട്ടി വന്ന് ഒളിഞ്ഞു നോക്കുമ്പോൾ 500 പവന്റെ സഞ്ചരിക്കുന്ന ജ്വല്ലറിയായി അണിഞ്ഞൊരുങ്ങിയിരിക്കുന്ന പെങ്ങളെ, 50,000 രൂപ വിലയുള്ള ചെരുപ്പിട്ടിരിക്കുന്ന പൊന്നുമോളെ, 1,00,000 രൂപ വിലയുള്ള സാരി ഉടുത്തിരിക്കുന്ന മോളെ, ആ സമയത്ത്
36 വയസ്സുകാരിയായ പൊന്നുമോളുടെ ഹൃദയത്തിനകത്തൊരു തീ കത്തും. പൊന്നുമോളെ, എത്ര വലിയ പവനിൽ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ഇതിന്റെ 100% എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്റെ കല്യാണം നടന്നു പോയേ എന്ന് ആ പ്രിയപ്പെട്ട പാവപ്പെട്ട പൊന്നുമോള് ചിന്തിച്ചാൽ ആ സമയത്ത് അവളുടെ കണ്ണിൽ നിന്ന് ഇറ്റ് വീഴുന്ന കണ്ണുനീർ തുള്ളികൾക്ക് നിന്റെ 5000-ന്റെയും 50,000-ന്റെയും സാരിയെ കളിച്ചു കളയാൻ നിന്റെ മുതലാളിയായ വാപ്പയുടെ സമ്പത്ത് മുഴുവനും തകർത്തടിച്ച് തകർന്ന് താറടിച്ച് താറുമാറാക്കി നശിപ്പിച്ച് നാമാവശേഷമാക്കാൻ നീ ധരിച്ചിരിക്കുന്ന 100 പവന്റെ 500 പവന്റെ വലിയ വലിയ സാമ്പത്തികതമെടുത്ത് നീ മേടിച്ചു വെച്ച ജുവലറി പോലത്തെ സ്വർണ്ണ കൊട്ടാരങ്ങളെ മുഴുവനും കത്തിച്ച് ചാമ്പലാക്കി കളയാൻ ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ ഒരിക്കൽ കണ്ണുനീരുകൾക്ക് ശേഷിയുണ്ടെന്ന് നീ തിരിച്ചറിയണേ മോളെ. എത്രയോ എത്രയോ വലിയ വലിയ മുതലാളിമാർ നമ്മുടെ നാടുകളിലുണ്ട്, നല്ല ആളുകളുണ്ട്. പാവപ്പെട്ട പെൺകുട്ടികളുടെ കണ്ണീരെത്തുന്ന ആരും അറിയാതെ, സമൂഹത്തിലെ നായകന്മാരും നേതാക്കന്മാരും അറിയാതെ സാധുവായ പെൺകുട്ടിയുടെ വീട്ടിന്റെ അകത്തളത്തിലേക്ക് കടന്നു ചെന്നിട്ട് എന്താ നിങ്ങളെ മോൾക്ക് വേണ്ടത്, എത്ര പവനാ ഞാൻ തരേണ്ടത്, നിങ്ങൾ ആരോടും പറയാൻ പാടില്ല, നിങ്ങൾ ആരെയും അറിയിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് രഹസ്യമായി അവർക്ക് വേണ്ട പവനും പണ്ടവും സ്വർണവും എല്ലാം മേടിച്ചു നൽകുന്ന എത്രയോ മുതലാളിമാർ നമ്മുടെ കൂട്ടത്തിൽ നല്ലവരായ ആളുകൾ ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ അവരാരെയും വിമർശിക്കുന്നില്ല, ഞാൻ അവരാരെയും എതിർക്കുന്നില്ല. എനിക്ക് പരിചയമുള്ള ധാരാളം മുതലാളിമാരുണ്ട്. നാമുമായി നമ്മുടെ ഉസ്താദുമാരുമായി ബന്ധപ്പെടുന്ന എത്രയോ നല്ല നല്ല മുതലാളിമാരുണ്ട്. എന്നെ യൂസഫ് അലിയെ പോലെ, ഗൾഫാർ മുഹമ്മദ് അലിയെ പോലെ, മരണപ്പെട്ടുപോയ ചാലിയം ബാബ ഹാജിയെ പോലെ നല്ല നല്ല മുതലാളിമാർ. അവരൊക്കെ ഈ സമുദായത്തിന് താങ്ങായിരുന്നു, ഈ സമുദായത്തിന്റെ അത്താണിയായിരുന്നു, ഈ സമുദായത്തിലെ പാവപ്പെട്ടവരുടെ അവലംബമായിരുന്നു. പക്ഷേ ഇന്ന് ചില ആളുകൾ അവർക്ക് 4 പണമുണ്ടാകുമ്പോൾ പാവപ്പെട്ടവനോടൊന്ന് ചിരിക്കാൻ പോലും സന്നദ്ധമാകാത്ത മുതലാളിമാർ. ഈ സമുദായത്തിന്റെ ശാപമാണവർ, ഈ സമുദായത്തിന്റെ നഷ്ടമാണവർ. എന്തുകൊണ്ടാണ് മോഹനീങ്ങളെ? വിവരമില്ലായ്മ കൊണ്ടല്ലേ? എങ്ങനെയാണ് നിങ്ങൾക്ക് സമ്പത്ത് ലഭിച്ചത്? നിങ്ങൾക്ക് എങ്ങനെയാണ് പത്രാസ് ലഭിച്ചത്? ഹൽ തുൻസറൂന വതുർസഖൂന ഇല്ലാ ബിദുഅഫായിക്കും, ഹൽ തുൻസറൂന വതുർസഖൂന ഇല്ലാ ബിദുഅഫായിക്കും. നിങ്ങൾക്ക് പണം കിട്ടിയത് പാവപ്പെട്ടവരെ കൊണ്ടാണ്, നിങ്ങൾക്ക് നല്ല ഭക്ഷണം ലഭിക്കുന്നത് പാവങ്ങളെ കൊണ്ടാണെന്ന് റസൂലുള്ളാഹിന്റെ അധ്യാപനം മറന്നുപോയ ആളുകൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പണക്കാരനായതിന്റെ പേരിൽ പാവങ്ങളോട് കമ്പനി പോലും അടിക്കാതെ നടക്കുന്ന ആളുകളുടെ ഈ സമുദായത്തിൽ വലിയ വലിയ കൊട്ടാരങ്ങളെ പണിതുയർത്തി അല്ലാഹുവിനെ വെല്ലുവിളിക്കുകയാണ് തരം ആളുകൾ. എത്രയോ പെൺകുടിമാർ, പാവപ്പെട്ട ഈ സമുദായത്തിലെ പെൺകുടിമാർ വാപ്പാനോട് പറയുന്നു, വാപ്പാ നിങ്ങൾ തെണ്ടിയത് മതി, നിങ്ങൾ വ്യാജിച്ചത് മതി, ഇനി നിങ്ങളൊരു തമ്പുരാന്റെ മുന്നിലും നിങ്ങളുടെ അഭിമാനം നഷ്ടപ്പെടുത്തി നിങ്ങൾ യാചിക്കാൻ പോകണ്ട വാപ്പാ. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എന്റെ ശബ്ദം കേൾക്കാൻ ഇവിടെ തടിച്ചുകൂടി എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ നമ്മുടെ ചുറ്റുഭാഗങ്ങളിലേക്ക് കണ്ണു തുറന്നു നോക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നമ്മുടെ നാട്ടിലൊരു പാവപ്പെട്ടവനുണ്ടെങ്കിൽ വളരെ രഹസ്യമായി ആരും അറിയാതെ അവൻ അവലംബം നൽകണം, അവൻ അത്താണി നൽകണം, അവന് വേണ്ടതെല്ലാം നമ്മൾ നൽകണം. പള്ളിക്ക് വേണ്ടി ചോദിക്കുമ്പോൾ ചില ആളുകൾക്ക് എന്തൊരു മടിയാ, മദ്രസയ്ക്ക് വേണ്ടി 4 കാശ് ചോദിക്കുമ്പോൾ കൊടുക്കാൻ ചില ആളുകൾക്ക് എന്തൊരു മടിയാ. മോൻ ടൂറ് പോകാമെന്ന് ചോദിച്ചാൽ, മോനെ ഫീസ് അടയ്ക്കാനെന്ന് ചോദിച്ചാൽ 10,000-കണക്കിന് രൂപ ലാഘവത്തോടെ വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന ഉമ്മമാരില്ലേ? ആരോടൊപ്പമാ നിന്റെ 15 വയസ്സായ SSLCക്ക് പഠിക്കുന്ന മോൾ ടൂറിന് പോകുന്നത്? ആരോടെയാ ഉമ്മ? നീ ഒരു വേള ചിന്തിച്ചിട്ടുണ്ടോ? സ്കൂളിൽ നിന്ന് ടൂറിനെന്നും പറഞ്ഞ് പുറപ്പെടും, അതിനകത്ത് മറ്റു ആൺകുട്ടികളുണ്ടാകും, അന്യ ആൺകുട്ടികളും അന്യ പെൺകുട്ടികളും കൂടി ഒരുമിച്ചൊരു ബസ്സിനകത്ത് 2 3 അല്ല 5 10 ദിവസം നീണ്ടു നിൽക്കുന്ന വിശാലമായ വിനോദസഞ്ചാര യാത്ര. ആ യാത്രയ്ക്ക് പോകുമ്പോൾ 10,000 വേണമെന്ന് മോൾ ആവശ്യപ്പെട്ടാൽ വളരെ കഠിന ത്യാഗം ചെയ്തും ഒരു ഉമ്മ അത് കൊടുക്കാറില്ലേ? എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നരകത്തിലേക്കാണ് നിങ്ങളുടെ മോളെ നിങ്ങൾ പറഞ്ഞേക്കുന്നത്, നരകത്തിലേക്കാണ് വാപ്പാ നിങ്ങളുടെ മോനെ നിങ്ങൾ പറഞ്ഞേക്കുന്നത്. മകളെ പഠിപ്പിക്കാൻ വേണ്ടി M.Tech-നും MBBS-നും അതുപോലെ തന്നെ IFS-നും IAS-നും എത്ര കോടി രൂപകൾ വേണമെങ്കിൽ
പണമെങ്കിലും ചെലവഴിക്കാനുള്ള രക്ഷിതാക്കളുണ്ട്. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ചോദിച്ചാൽ, പള്ളിക്ക് വേണ്ടി ചോദിച്ചാൽ, മദ്രസയ്ക്ക് വേണ്ടി ചോദിച്ചാൽ, എന്തിനാ മുസ്ലിയാരെ പഴഞ്ചൻ മദ്രസയിലെ ഖുർആൻ പഠിക്കുന്നത്? എന്തിനാ മുസ്ലിയാരെ പഴഞ്ചൻ ഖുർആനും പഴഞ്ചൻ ഹദീസും പഴഞ്ചനൊക്കെ വായിച്ചു പഠിച്ച് എന്തോ ഖുർആൻ നേടാനാ? ഇവിടെ എംടെക് കൊണ്ട്, ബിടെക് കൊണ്ട്, ഹൈടെക് കൊണ്ട്, MBBS ഉണ്ട്, IAS ഉണ്ട്, IFS ഉണ്ട്, ധാരാളം പ്രൊഫഷണൽ MBA പോലുള്ള കോഴ്സുകളുണ്ട്. അതൊക്കെ പഠിച്ചാൽ പണം വരാം, കറൻസികൾ ഉണ്ടാക്കാം. നിങ്ങളുടെ ഈ മദ്രസയിൽ പോയി കറുത്ത അക്ഷരങ്ങൾ 4 പഠിച്ചാൽ എന്തോ തേങ്ങ ഉണ്ടാക്കാൻ പോകുക എന്ന് ചോദിച്ച് ദീനിനെ കളിയാക്കുകയും ആലിമീങ്ങളെ തെറിയഭിഷേകം ചെയ്യുകയും ഈ സമുദായത്തിലെ പണ്ഡിതന്മാരെ തേജോവധം ചെയ്യുകയും ചെയ്യുന്ന പുതിയ തലമുറയിലെ പരിഷ്കരണ സമൂഹത്തോട് പറയട്ടെ, എന്റെ പ്രിയപ്പെട്ട വാപ്പ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, MBBSകാർ നമുക്ക് വേണ്ട എന്നല്ല, IFSകാർ നമുക്ക് വേണ്ട എന്നല്ല. ഈ വിനീതനായ വിദ്യാർത്ഥി, നിങ്ങൾക്കൊക്കെ സുപരിചിതനായ ആദരണീയനായ ഉസ്താദ് മുഹമ്മദ് ഫാറൂഖ് നഈമി അൽ ബുഖാരിയുടെ ഖുദൂമിയ ദഅവാ കോളേജിൽ നിന്ന് പഠിക്കുകയും കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ബിരുദമെടുക്കുകയും ചെയ്തയാളാണ്. കാംബ്രാജ് യൂണിവേഴ്സിറ്റിയിൽ MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നയാളാണ്. ഞാൻ ഫഖർ പറയുകയല്ല, ദീന് പഠിക്കണം, നമ്മൾ ദുനിയാവ് പഠിക്കണം. ഇവിടെ MBAക്കാരുണ്ടാകണം, MBBSകാരുണ്ടാകണം, എല്ലാ കോഴ്സുകളും ഡിഗ്രീസുകളും കാപ്പബിൾസുകളും യോഗ്യതകളും നേടിയ ആളുകളുണ്ടാകണം. ബട്ട് നോളജ് വിത്തൗട്ട് മോറൽസ്, അല്ലാഹുവിനെ മറന്നിട്ടൊരു വിദ്യാഭ്യാസം വേണ്ട ഉമ്മ, അല്ലാഹുവിന്റെ ദീന് മറന്നിട്ടൊരു കോഴ്സ് ചെയ്യേണ്ട വാപ്പ. MBBSകാരനായ നിങ്ങളുടെ മകൻ MBBSന് ഫസ്റ്റ് റാങ്ക് മേടിച്ചിട്ട് ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് നിങ്ങളുടെ ചാരത്തേക്ക് അവന്റെ പൾസർ ബൈക്കിനകത്ത് പാഞ്ഞു വരുന്ന നേരത്ത് എതിരെ വരുന്ന സൂപ്പർ ഫാസ്റ്റ് നിയന്ത്രണം വിട്ട് നിങ്ങളുടെ മോനെ ഇടിച്ചു തെറിപ്പിച്ചാൽ നടുറോഡിൽ കിടന്ന് MBBSന് ഫസ്റ്റ് റാങ്ക് മേടിച്ച മോനങ്ങ് മരണപ്പെട്ടു പോയാൽ വാപ്പാ, നിങ്ങളുടെ മകന്റെ ജനാസയെടുത്ത് താനൂര് പള്ളിയുടെ ഖബർസ്ഥാനിൽ കൊണ്ട് താഴ്ത്തി വയ്ക്കുമ്പോ മകൻ മേടിച്ച MBBSന്റെ ഫസ്റ്റ് റാങ്കുള്ള സർട്ടിഫിക്കറ്റ് എടുത്ത് ആ ഖബറിലേക്ക് നിങ്ങൾ താഴ്ത്തി വെച്ചാൽ ആ പൊന്നുമോനെ അല്ലാഹു സ്വർഗം കൊടുക്കുമോ വാപ്പാ? ആ പൊന്നുമോനെ അല്ലാഹു ആ സ്വർഗീയ ആരാധനകൾ ഖബറിലൊരുക്കുമോ വാപ്പാ? വാപ്പമാരെ, ഉമ്മമാരെ, മക്കളെ നരകത്തിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യിക്കുന്നത് നിങ്ങൾ ഒന്നാമതും രണ്ടാമതും മൂന്നാമതും കുറ്റക്കാരാണ്. കണ്ടിട്ടില്ലേ ഉമ്മമാര് നല്ല പർദ്ദ ധരിച്ച് നല്ല രീതിയിൽ ഇസ്ലാമിക വേഷം ധരിച്ചു പോകും. ആ ഉമ്മാന്റെ കൂടെ ഒരുപക്ഷെ വാപ്പ ഫ്രണ്ടിൽ നടക്കുന്ന വാപ്പാക്ക് താടിയുണ്ടാകും, നല്ല നിസ്കാരത്തഴമുണ്ടാകും, വേണമെങ്കിൽ തൊപ്പി തലയിൽ വെച്ചിട്ടുണ്ടാകും, അവന്റെ പാന്റ് നെരിയാണിക്ക് മേലെ ഉണ്ടാകും. എന്നാൽ ആ വാപ്പാന്റെയും ഉമ്മാന്റെയും കൂടെ നടന്നു വരുന്ന മോളുണ്ടല്ലോ, 15 വയസ്സ് പിന്നിട്ട മോളുണ്ടല്ലോ, ആ മോളുടെ വേഷം ലാച്ചയാ, ആ മോളുടെ വേഷം സ്കിൻ ഫിറ്റ് പാന്റാ, ടൈറ്റ് ബനിയനാ, ജീൻസ് പാന്റ് ധരിച്ച് നിന്റെ മോള് പൂമ്പാറ്റയെ പോലെ മാലാകയെ പോലെ ആടിയും കുടഞ്ഞും കളിച്ചും ചരിതമാശ പറഞ്ഞു അന്യാണുങ്ങളെ നോക്കി കമന്റ് അടിച്ചും ചിരിച്ചും ഐ ലവ് യു പാസാക്കിയും നടന്നു വരുമ്പോ ആണും പെണ്ണും കെട്ട രീതിയിൽ നിന്റെ ഭാര്യയും നീയുമൊക്കെ വലിയ ദീനിന്റെ ആളുകളായി, ഞാൻ വലിയ മഹല്ല് പ്രസിഡന്റാ, ഞാൻ മഹല്ലിലെ ഉത്തരവാദിത്തപ്പെട്ടയാളാ, ഞാൻ ഈ നാട്ടിലെ പ്രമാണിത്തമുള്ള ഹാജിയാരാ എന്നും പറഞ്ഞ് അഹങ്കാരം അടിച്ചു നടന്നാൽ ഹാജിയാരെ, നിങ്ങളുടെ ഹജ്ജ് അല്ലാഹു വേണ്ട, നിങ്ങളുടെ നിസ്കാരത്തടം അല്ലാഹു വേണ്ട, നിങ്ങളുടെ താടി അല്ലാഹു വേണ്ട, നിങ്ങളുടെ ഒരു നിസ്കാരവും അല്ലാഹു വേണ്ട. അതെല്ലാം നിങ്ങളുടെ മുഖത്തേക്ക് അല്ലാഹു വലിച്ചു ചുരുട്ടി എറിയപ്പെടും. നിങ്ങളുടെ മോളുടെ അർത്ഥനഗ്നയായി ഏതൊക്കെയോ വെസ്റ്റേൺ ലോബികൾ പടച്ചുവിട്ട നിശാക്ലബുകളിൽ പാതിരാത്രി സമയത്ത് ആടിത്തി നിൽക്കുന്ന ദേശപ്പെണ്ണുങ്ങളെ പോലെ ഡ്രസ് ചെയ്തുകൊണ്ട് തെരുവിന്റെ കവലകളിലൂടെ ആർത്തട്ടഹസിച്ച് ആടിയും കുലുങ്ങിയും ചിരിച്ചും രസിച്ചും ആറാടി നടക്കുമ്പോൾ അത് നരകത്തിന്റെ പാതയാണ്. സ്റ്റോപ്പ്, അതും അവസാനിപ്പിക്കണം. അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടമല്ല, അല്ലാഹുവിന് ഇഷ്ടമല്ല, മുത്തുനബിക്ക് ഇഷ്ടമല്ല, പണ്ഡിതന്മാര് നിരോധിച്ചതാണ്, ആലിമീങ്ങൾ നിനക്ക് പ്രസംഗം കേട്ട് പഠിപ്പിച്ചതാണ് എന്ന് പറഞ്ഞ് തടയിടാൻ ആണത്വമില്ലാത്ത വാപ്പാ, നീ
എന്തിനാണ് ആ വാപ്പായെന്നും പറഞ്ഞു നടക്കുന്നത്? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ മോളിങ്ങനെ രസിച്ച് ആടിയും പാടിയും നടക്കുമ്പോ പർദ്ദയിട്ടുകൊണ്ട് അവിടത്തെ മറച്ച് ഞാൻ വലിയ ഇസ്ലാമിയത്തുള്ള പെങ്ങളാണെന്നും പറഞ്ഞ്, ഞാൻ വലിയ ഇസ്ലാമിന്റെ മോളാണെന്നും പറഞ്ഞ് പർദ്ദയിട്ടുകൊണ്ട് ആളുകളെ പറ്റിക്കാൻ നടക്കുന്ന ഉമ്മ, നിങ്ങളുടെ പർദ്ദ അല്ലാഹ് കാണണ്ട, നിങ്ങളുടെ നിസ്കാരത്തഴം അല്ലാഹ് കാണണ്ട. അല്ലാഹുവിനെ ചോദ്യം ചെയ്യുന്ന ഏർപ്പാടാ. റസൂലുള്ള പട്ടിണി കൊടുത്ത് വളർത്തിയ ദീനാണ്. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കരൾ പിച്ച് ചീന്തി സൃഷ്ടിച്ച ദീനാണ്. മഹാന്മാരായ സഹാബത്ത് ബദറിന്റെയും ഉഹദിന്റെയും ഖന്തക്കിന്റെയും ഖൈബറിന്റെയും പടയോട്ട ഭൂമികളിൽ ശത്രുക്കളാകുന്ന കുഫാറുകളോട് അഗ്നിസ്ഫുലിംഗങ്ങളെ പോലെ ആളിക്കത്തി പടയോട്ടത്തിന്റെ അടരാടത്തിന്റെ അടർക്കളങ്ങളിൽ ഇടിപ്പടക്കം സൃഷ്ടിച്ച് ജീവൻ പരിത്യജിച്ചുണ്ടാക്കിയ ഈ ദീന് കൊണ്ട് ആവാസം കളിക്കുന്ന പെങ്ങളെ, ആവാസം കളിക്കുന്ന ഉമ്മ, അല്ലാഹുവിനെ വെല്ലുവിളിക്കുന്ന ഇടപാടാണിത്. മുത്തുനബിയെ ധിക്കരിക്കുന്ന ഇടപാടാണിത്. ഇത് നിർത്തലാക്കിയിട്ടില്ലെങ്കിൽ വലിയ നഷ്ടമാണ്. ഒരു മുതലാളിമാരും ഇവിടെ ജനിച്ചിട്ടില്ല, ഒരു മുതലാളിമാരും എന്നും ഇവിടെ വലിയ ചക്രവർത്തിമാരായി വിരാജിച്ചിട്ടില്ല. എന്നും കൊട്ടാരങ്ങളുണ്ടാക്കി ആരുമാരും ഇവിടെ സ്ഥിരമായി വസിച്ചിട്ടില്ല. അല്ലാഹു തആല നേരത്തെ ഞാൻ നിങ്ങളോട് പരാമർശിച്ച ശബ്ദാദിനെ പാഠം പഠിപ്പിച്ച അല്ലയില്ലേ, ഫറോവായ നിലക്ക് നിർത്തിയ അല്ലയില്ലേ, ഹാമാനെയും ഫിറഔനെയും അബൂജഹലിനെയും മുത്തുമത്തിനെയും ഒക്കെ മര്യാദ പഠിപ്പിച്ച അല്ലയില്ലേ, ആ അല്ല വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ വിളിച്ചത് സംബോധന ചെയ്തുകൊണ്ട് തങ്ങളെ വിളിച്ചുകൊണ്ട് പറയുന്നത് കണ്ടോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമദാതിൽ ഇമാദ് അല്ലതി ലം യുഖ്ലഖ മിത്ലുഹാ ഫിൽ ബിലാദ് വതമൂദ الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليكم ربك صوت عذاب. എത്ര വലിയ ധിക്കാരിയായിരുന്നു. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്. ആദ് ജനതയെ നമ്മൾ എന്ത് ചെയ്തു എന്ന് അറിയുമോ നബിയേ? അവിടുന്ന് കണ്ടില്ലേ നബിയേ ആദ് സമൂഹത്തെ? ആദ് സമൂഹം എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ ശദ്ദാദ് ആദ് സമൂഹത്തുകാരനാണ്. നബിയുടെ കാലക്കാരനാണെങ്കിലും ആദ് സമൂഹത്തിൽപ്പെട്ടയാളാണ് ശദ്ദാദ്. ഇറമദാതിൽ ഇമാദ്, ഉന്നതങ്ങളായ പടുകൂറ്റൻ കെട്ടിടങ്ങൾ പണിതുയർത്തിയ ഉടമകളായി ഇറങ്ങി ഗോത്രത്തെ നമ്മൾ എന്ത് ചെയ്തു എന്നറിയുമോ നബിയേ? അല്ലതീ ലം യുഖ്ലഖ മിത്ലുഹാ ഫിൽ ബിലാദ്. അത്തരക്കാരായ ആളുകളെ ഭൂമിയിൽ നമ്മൾ മറ്റൊരു സ്ഥലത്തും പടച്ചിട്ടില്ല നബിയേ. ായ ആളുകളെ ഭൂമിയിൽ പിന്നെ മറ്റൊരു സ്ഥലത്ത് നമ്മൾ പഠിച്ചിട്ടില്ല. അത്രത്തോളം സ്ട്രോങ് ആയ ആചാന ബാഹുക്കളായ പർവ്വതങ്ങളെ തുറന്ന് വീട് വെക്കുന്ന പടുകൂറ്റൻ രമ്യഹർമ്മങ്ങൾ ഉണ്ടാക്കുന്ന വലിയ വലിയ ആളുകൾ ഉണ്ടായിരുന്നു. അവരെയൊക്കെ നമ്മൾ എന്തോ ചെയ്തെന്ന് അറിയാവോ നബിയേ? وثمود الذين جابوا الصخر بالواد. താഴ്വാരങ്ങളിൽ പാറകളെ വെട്ടിപ്പൊളിച്ച് പാർപ്പിടങ്ങൾ ഉണ്ടാക്കിയിരുന്ന തമൂദ് ഗോത്രത്തെ നമ്മൾ എന്ത് ചെയ്തുവെന്നറിയുമോ നബിയേ? വഫിർഔന ദിൽ ഔതാദ്. തന്നെ എതിരിടുന്ന ആളുകളെ മുഴുവനും ആണി കൊണ്ട് കൈകാര്യം ചെയ്തിരുന്ന ഫറോവയെ നമ്മൾ എന്തോ ചെയ്തെന്നറിയുമോ നബിയേ? الذين طغوا في البلاد. അവർ അവരുടെ നാടുകളിൽ അക്രമങ്ങൾ കാട്ടിക്കൂട്ടിയ ജനതയായിരുന്നു. فأكثروا فيها الفساد. ചില്ലറ അക്രമങ്ങളൊന്നുമല്ല അവന്മാര് ചെയ്തു കൂട്ടിയത്, വമ്പിച്ച കുഴപ്പങ്ങളുള്ള ആളുകളായിരുന്നു. പക്ഷേ എന്തൊക്കെ കോത്താമ്പിയായി തീർന്നാലെന്താ? وصب عليكم
ربك صوت عذاب അവർക്കുമേൽ നമ്മൾ അദാബുകളെ വർഷിപ്പിച്ചു നബിയേ. ഇതൊക്കെ പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആൻ പിന്നെ തുടരുന്നത് എന്താണെന്നറിയുമോ? ഇങ്ങനെ അക്രമികളെയൊക്കെ പാഠം പഠിപ്പിച്ച മുതലാളിമാരെയൊക്കെ കൈകാര്യം ചെയ്ത വിഷയമല്ല പറഞ്ഞിട്ട് നെക്സ്റ്റ് പറയുന്നത് എന്താ? കല്ലാ ബല്ലാ തുക്രിമൂനൽ യതീം വലാ തഹാബ്ബൂന അലാ തുആമിൽ മിസ്കീൻ. നിങ്ങൾ അനാഥകളെ പരിഗണിച്ചില്ല അല്ലേ? നിങ്ങൾ അനാഥകളെ പരിഗണിച്ചില്ല. അഗതിക്ക് നിങ്ങൾ അന്നം നൽകാൻ പ്രേരിപ്പിച്ചുമില്ല. പിന്നെയോ എന്താ ചെയ്തത്? വതഅകുലൂന തുറാത അക്ലൻ ലമ്മ വതുഹിബ്ബൂനൽ ഹുബ്ബൻ ജമ്മാ. പാരമ്പര്യമായി കിട്ടിയ സ്വത്തൊക്കെ അങ്ങനെ കെട്ടിപ്പിടിച്ചു വെച്ച് മുത്തം കൊടുത്തോട് തിന്നോണ്ടിരിക്കുക അല്ലേ? നിങ്ങൾക്കിത് എന്തൊരു പ്രേമവാ പണത്തോട്? അള്ള ചോദിക്കുകയാണ്. എന്നിട്ട് അള്ള പറയുന്ന കണ്ടോ? കല്ലാ ഇദാ ദുക്കത്തിൽ അർദു ദക്കൻ ദക്ക വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ വജീഅ യൗമഇദിൻ ബിജഹന്നം യൗമഇദിൻ യതദക്കറുൽ ഇൻസാനു വഅന്നാ ലഹുൽ ദിക്റാ. ഒരു ഭീകരമായ പ്രയോഗങ്ങളൊക്കെ തന്നെ കണ്ടാൽ അന്ത്യനാളിന്റെ ഭീകരതയെ അനലൈസ് ചെയ്യുന്ന പ്രയോഗങ്ങളാണ്. അത്ര കഠോരമായൊരു ദിവസം വരാണ്ട്. ആ ദിവസമാകുമ്പോൾ യഖൂലു യാ ലൈതനി ഖദ്ദംതു ലിഹയാതി യഖൂലു യാ ലൈതനി ഖദ്ദംതു ലിഹയാതി. ഇങ്ങനൊരു ജീവിതം വരാനുണ്ടായിരുന്നു അല്ലേ? ആഖിറ എന്ന് പറയുന്ന സംഗതി ഉണ്ടായിരുന്നു അല്ലേ? ഈ ജീവിതത്തിന് വേണ്ടി ഞാൻ കഴിഞ്ഞുപോയ ജീവിതത്തിൽ പരിശ്രമിച്ചിരുന്നെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് പോലെ കാര്യമുണ്ടോ? ഇപ്പൊ പരിതപിച്ചിട്ട് വല്ല കഥയുണ്ടോ? ഒരു കഥയുമില്ല. അല്ലാഹുവിനെ പോലെ ശിക്ഷിക്കുന്ന മറ്റാരുമില്ല. അല്ലാഹുവിന്റെ കഠോരമായ ശിക്ഷ, അല്ലാഹുവിന്റെ കഠോരമായ ശിക്ഷ നമ്മളെ പിടികൂടുന്ന ദിവസമാണ്. അല്ലാഹു ബന്ധിക്കുന്നത് പോലെ മറ്റാരും നമ്മളെ ബന്ധിക്കൂല. അല്ലാഹുവിന്റെ കഠോരമായ ശിക്ഷ നമ്മളെ പിടികൂടുന്ന, അല്ലാഹു ബന്ധിക്കുന്ന ദിവസം വരാനുണ്ട്. ഒരു വക്കീലിന്റെ വാദവും അവിടെ ജയിക്കില്ല. ഒരു ജഡ്ജിക്കും അവിടെ പണം കൊടുത്ത് സ്വാധീനിക്കാൻ കഴിയില്ല. ഒരു IAS ഉദ്യോഗസ്ഥനും നിങ്ങൾക്കന്ന് സഹായത്തിന് വരില്ല. അങ്ങനെയുള്ള ദിവസം പക്ഷേ അല്ലാഹു നൽകിയ സമ്പത്തും സംവിധാനങ്ങളുമെല്ലാം അല്ലാഹുവിന് അനുകൂലമായി വിനിയോഗിച്ച ആളുകളില്ലയോ? പള്ളി കെട്ടാൻ സഹായിച്ച ആളുകളില്ലയോ? മദ്രസ കെട്ടാൻ സഹായിച്ച ആളുകളില്ലയോ? ദീനിന്റെ സദസ്സുകളെ സഹായിച്ച ആളുകളില്ലയോ? പാവപ്പെട്ട അനാഥയെ സംരക്ഷിച്ച ആളുകളില്ലയോ? വിധവയ്ക്ക് സഹായം എത്തിച്ച ആളുകളില്ലയോ? യതീമിന് അഭയം കൊടുത്ത ആളുകളില്ലയോ? അവരോട് അല്ലാഹു പറയുകയാണ്, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന തുർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഓ സുഹൃതം ചെയ്ത ആത്മാവേ, മംഗളം മർഹബൻ അഹ്ലൻ വസഹ്ല. മർഹബായ മർഹബാ മർഹബൻ അഹ്ലൻ വസഹ്ല. മർഹബായ മർഹബാ. ആളുകൾ
നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ സുഹൃതവാന്മാരിൽ നമുക്ക് പെടണ്ടായോ? അല്ലാഹു നമ്മൾ പറഞ്ഞതും കേട്ടതുമെല്ലാം അല്ലാഹുവിന്റെ അടുക്കൽ പൊരുത്തമുള്ള നല്ല സുഹൃതങ്ങളായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പറഞ്ഞതെന്താണ്? സമ്പത്ത് അല്ലാഹു നമുക്ക് നൽകിയ വലിയ ഔദാര്യമാണ്, അനുഗ്രഹമാണ്. അത് വേണ്ട വിധത്തിൽ നമ്മൾ ഇതിന്റെ ആദാബുകളെ പാലിച്ച് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. പാവപ്പെട്ടവന്മാരെ മാറ്റി നിർത്തിയിട്ട് മുതലാളിമാർക്ക് വേണ്ടി മാത്രം സമ്പത്തും സൽക്കാരവും ഒരുക്കുന്ന ആളുകളുണ്ടോ? അത് മ്ലേച്ഛമായ കാര്യമാണ്, അത് നശിച്ച ഭക്ഷണമാണ്. من عال جاريتين حتى تبلغا جاء يوم القيامة أنا وهو كهاتين. നിങ്ങൾക്ക് പെൺമക്കളുണ്ടെങ്കിൽ അവരെ സ്നേഹത്തോടെ നിങ്ങൾ വളർത്തിയിട്ട് അവർക്ക് വേണ്ടതെല്ലാം അവർ പക്വതയെത്തുന്നത് വരെ നിങ്ങൾക്ക് വേണ്ട ഖിദ്മത്തുകളെല്ലാം അവർക്ക് നിങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അനാ വഹുവ കഹാതൈനി യൗമൽ ഖിയാമ ജാഅ യൗമൽ ഖിയാമത്തി അനാ വഹുവ കഹാതൈൻ. ഞാനും അവനും നാളെ സ്വർഗ്ഗത്തിൽ ഇങ്ങനെയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ മുൻഗാമികളായ സ്വാലിഹീങ്ങളെല്ലാവരും സമ്പത്ത് വലിയ വലിയ കൂമ്പാരങ്ങളാക്കി വെച്ച് സൂക്ഷിച്ചിരുന്ന ആളുകളല്ല. അവർ സമ്പത്തിനെ സ്നേഹിച്ചിരുന്ന ആളുകളല്ല. സമ്പത്തിനോട് സ്നേഹം നല്ലതാ, സമ്പാദിക്കുന്നത് നല്ലതാ. പക്ഷേ അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് സമ്പത്ത് ദൂർത്തടിച്ച് കളയുന്ന ആളുകളുണ്ടല്ലോ. കാനോ യഖ്വാന ശയാത്തീൻ, അവര് പിശാചിന്റെ ആളുകളാണ്. അറിയുമോ നിങ്ങൾക്ക് അബൂ ദർദൽ ഗിഫാരി? ആരാണ് അബൂ ദർദൽ ഗിഫാരി റളിയല്ലാഹു അൻഹു എന്നറിയുമോ മുഅ്മിനീങ്ങളെ? മരണാസന്നനായി കിടക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾ കൂടി പിന്നിട്ട് പോകുമ്പോൾ അബൂ ദർദൽ ഗിഫാരി തങ്ങൾ ലോകത്തോട് വിട പറയാൻ പോകുകയാണ്. പ്രിയപ്പെട്ട മക്കളെ അടുത്ത് വിളിച്ചിട്ട് പറയുകയാണ്, മക്കളെ, ഈ പിതാവ് ലോകത്തോട് വിട പറയാൻ പോകുകയാണ്. ഈ വാപ്പ ലോകത്തോട് വിട പറയാൻ പോകുകയാണ്. ധാരാളം സമ്പത്തൊന്നും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടില്ല. എനിക്ക് ധാരാളം സ്വത്തുക്കൾ ഉണ്ടായിരുന്നു. നിങ്ങൾ മക്കായിലേക്കും മദീനായിലേക്കും കടന്നു ചെന്നാൽ അവിടെ ധാരാളം സ്വത്തുക്കൾ കാണും. വലിയ വലിയ ഈന്തപ്പന തോട്ടങ്ങളും മുന്തിരിത്തോട്ടങ്ങളും ഒക്കെ കാണും. ആ ഈന്തപ്പന തോട്ടങ്ങളിലും മുന്തിരിത്തോട്ടങ്ങളിലുമൊക്കെ നിങ്ങൾ കടക്കാൻ ശ്രമിച്ചാൽ കാവൽക്കാർ തടഞ്ഞിട്ട് നിങ്ങളോട് ഗോബാക്ക് പറയും. ഒരു സമയത്തതെല്ലാം ഈ പിതാവിൻ്റെതായിരുന്നു, ഒരു സമയത്തതെല്ലാം ഈ വാപ്പാക്കുള്ളതായിരുന്നു. പക്ഷേ ഇന്നതെല്ലാം മറ്റാരുടെയൊക്കെയോ അധീനതയിൽ പെട്ടുപോയി. അല്ലാഹുവിന്റെ റസൂൽ ദീനിന് വേണ്ടി ചോദിച്ചപ്പോ വാപ്പയായ അബൂ ദർദൽ ഗിഫാരി, പണക്കാരനായ അബൂ ദർദൽ ഗിഫാരി എല്ലാം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്തുപോയി. അങ്ങനെ പരമദരിദ്രനായതാ. ഭാര്യയെ വിളിച്ചിട്ട് പറയുന്നു, ഭാര്യ, നീ കരയേണ്ടതില്ല, നീ വിഷമിക്കേണ്ടതില്ല. എന്തിനാണ് നീ കരയുന്നതെന്ന് എനിക്കറിയാം. ഈ അബൂ ദർദൽ ഗിഫാരി എന്ന പ്രിയപ്പെട്ട ഭർത്താവ് ലോകത്തോട് വിട പറയാൻ പോകുന്ന നേരത്ത് നീ കരയരുത് മോളെ. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ കഫൻ കൂടെ വെക്കുമോ? തുണിയില്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ മരണപ്പെടാൻ പോകുന്നത്. നീ വിഷമിക്കണ്ട. എന്റെ ജനാസ എടുത്തുകൊണ്ട് വന്നിട്ട് മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള നമ്മളിപ്പോൾ നിലനിൽക്കുന്ന ഈ പ്രാന്തമായ പ്രദേശത്ത് വഴിയാത്രക്കാർ കടന്നു പോകാറുള്ള യാത്രയുടെ സ്ഥലത്ത് വഴിയാത്രക്കാർ കടന്നു പോകുന്ന വഴിയോരത്ത് മരണപ്പെട്ടു പോയ നിന്റെ ഭർത്താവായ അബൂ ദർദൽ ഗിഫാരിയുടെ ജനാസ നീ കൊണ്ടുവെക്കണം. എന്നിട്ട്
വിളിച്ചു പറയണം, വഴിയാത്രക്കാരെ ഗിഫാരിയുടെ ജനാസയിലാ മയ്യത്ത് തുണിയില്ല, ആരെങ്കിലും സഹായിക്കുമോ എന്ന് നീ വിളിച്ചു പറയണം മോളെ. പ്രസംഗിക്കാനും നിങ്ങൾക്ക് കേട്ടു നിൽക്കാനുള്ളതാണോ? അല്ലാഹു നമ്മുടെ ഖൽബുകളിൽ അവരിലേക്ക് പേടിയും സൂക്ഷ്മതയും നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ജീവിതങ്ങൾ നന്നാക്കുമാറാകട്ടെ. അബൂദർ ഗിഫാരി തങ്ങളങ്ങ് മരണപ്പെട്ടു പോയ അബൂദർ ഗിഫാരി തങ്ങളുടെ ജനാസ എടുത്തിട്ട് ആളുകളതാ മക്കയുടെയും ആളുകൾ കടന്നു പോകുന്ന മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള പ്രാന്തമായ പ്രദേശത്താണ് ആ സമയത്ത് അവരുള്ളത്. ആ പ്രദേശത്ത് വഴിയരികിൽ കൊണ്ടുവച്ചു. എന്നിട്ട് ആ മക്കളും ഉമ്മയും വിളിക്കാൻ തുടങ്ങി, വഴിയാത്രക്കാരെ. എന്ന ഗ്രന്ഥത്തിൽ ഇബ്നു ഹജറുൽ അസ്ഖലാനി തങ്ങൾ രേഖപ്പെടുത്തുന്ന സംഭവമാണ് മുഅ്മിനീങ്ങളെ. ഇബ്നു ഹജർ തങ്ങൾ രേഖപ്പെടുത്തുന്ന വിഷയമാണ് മുഅ്മിനീങ്ങളെ. അതാ മഹാത്മാവായ അബൂദർ ഗിഫാരിയുടെ ജനാസ വെച്ചിട്ട് സ്വാലിഹത്തായ നല്ലവളായ അല്ലാഹുവിനെ പേടിച്ചു പുറത്തിറങ്ങാതെ ജീവിച്ച പെങ്ങള് വിളിക്കുകയാണ് ഭർത്താവിന്റെ വസിയ്യത്തനുസരിച്ച്. കാരണം ഈ ജനാസ അത് കഫൻ പുടവയ്ക്ക് പോലും തുണിയില്ലാത്ത ജനാസയാണ്. വഴിയാത്രക്കാരെ, അബൂദർ ഗിഫാരി മരണപ്പെട്ട് കിടക്കുന്നു. കഫൻ പുടവയ്ക്ക് തുണിയില്ല, ആരെങ്കിലും സഹായിക്കുമോ? ആര് വരാനാണ്? ആര് സഹായിക്കാനാണ്? ആ ഘോരമായ വനാന്തരങ്ങളുള്ള അതിർത്തി പ്രദേശത്ത് വഴിയാത്രക്കാര് അപൂർവമായിട്ടാണ് കടന്നു പോകുന്നത്. ആ പ്രിയപ്പെട്ട സ്വാലിഹത്തായ പെങ്ങളുണ്ടല്ലോ, ആബിദത്തായ നിങ്ങളുടെ ഭാര്യയുണ്ടല്ലോ, വിളിച്ചു പറയുന്നു, ഈ ജനാസയ്ക്ക് കഫൻ പുടവയില്ല, വഴിയാത്രക്കാർ ആരെങ്കിലും നൽകി സഹായിക്കുമോ? ആരുടെ ജനാസയാണ്? കോടീശ്വരനായിരുന്ന അബൂദർ ഗിഫാരി തങ്ങൾ റസൂലുള്ളാഹി ചോദിച്ചപ്പോഴെല്ലാം ദീനിനു വേണ്ടി വാരിക്കോരിക്കൊടുത്തു പോയ അബൂദർ ഗിഫാരി തങ്ങൾ മരണപ്പെട്ട് കിടക്കുമ്പോൾ ജനാസയ്ക്ക് കഫൻ പുടവ പോലുമില്ലാത്ത മഹാനാണ്. മുഅ്മിനീങ്ങളെ, എന്റെ ജീവിതത്തിൽ എനിക്കിന്നുവരെ പട്ടിണി കിടക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. ഞാൻ ധരിച്ചിരിക്കുന്ന ഡ്രസ്സ് നല്ല വിലയുള്ള ഡ്രസ്സാണ്. ഞാൻ ഇവിടെ വന്നപ്പോൾ പ്രിയപ്പെട്ട സംഘാടകർ എനിക്ക് നൽകിയ ഭക്ഷണം നല്ല ഭക്ഷണമാണ്. ഒരു പക്ഷേ അബൂദർ ഗിഫാരി തങ്ങളെപ്പോലുള്ള മഹാന്മാർ അവരുടെ സുപ്രകളിൽ അത്തരം ഭക്ഷണങ്ങൾ അവർ കഴിച്ചിട്ടുണ്ടാകില്ല. നമ്മൾ ധരിക്കുന്ന പോലത്തെ വസ്ത്രങ്ങൾ അവർ ധരിച്ചിട്ടുണ്ടാവില്ല. നമുക്കൊക്കെ എത്ര ജോഡി വസ്ത്രങ്ങളാണ് മാറി മാറി നമ്മൾ ഇടുന്നത്. മുൻഗാമികളായ സ്വാലിഹീങ്ങൾ അവരങ്ങനെയില്ല. എല്ലാം അല്ലാഹുവിന് വേണ്ടി, മുത്തുനബിക്ക് വേണ്ടി പരിത്യജിച്ചു പോയി മഹാന്മാർ. നമ്മൾ അവരെ പോലെ ആയില്ലെങ്കിലും അവരുടെ ജീവിതത്തിന്റെ 100% നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു നൽകിയെങ്കിൽ എത്ര വലിയ ഔദാര്യമാണ് റബ്ബേ. അബൂദർ ഗിഫാരി തങ്ങളുടെ ജനാസ വെച്ചിട്ട് മക്കളും ഭാര്യയും അവിടെ നിന്ന് വിളിക്കുമ്പോൾ ഒരു കുതിര സവാരി സംഘം കടന്നു വരികയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ സംഘമാണ്. അവർ പെട്ടെന്ന് ഇറങ്ങി നോക്കുമ്പോൾ ഒരു ജനാസ വെച്ചിട്ട് ഭാര്യയും മക്കളുമൊക്കെ ഇങ്ങനെ വിളിക്കുന്നു. വഴിയാത്രക്കാരെ വിളിക്കുന്നു, സഹായിക്കുമോ? ഈ ജനാസയ്ക്കൊന്ന് കഫൻ പുടവയ്ക്ക് തുണിയില്ല. ആ നേരത്ത് മഹാനായ ഇബ്നു മസ്ഊദ് തങ്ങൾ വന്നിട്ട് ആ പുതപ്പൊന്ന് മാറ്റി നോക്കുന്നു. ഈ കിടക്കുന്ന ജനാസ ആരുടേതാണ്? അതാ
ജനാസത്തു ഹബീബ് റസൂലുള്ളാഹ്. ഇത് മുത്തുനബി ഒരുപാട് സ്നേഹിച്ച ആദരിച്ച അബൂദർ ജനാസയാണ്. അല്ലാഹുവിന്റെ റസൂൽ ദീനിന് വേണ്ടി ചോദിച്ചപ്പോൾ വാരി വാരി കൊടുത്ത അബൂദർ ജനാസയാണ്. ഇബ്നു മസ്ഊദ് തങ്ങളും സംഘവും ആ ജനാസ ഏറ്റെടുത്തു പോയി. മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനെ പേടിച്ച് ഞാനും നിങ്ങളും ജീവിക്കണം. മുതലിനാനും നിങ്ങളും അല്ലാഹു നൽകിയ സമ്പത്ത് അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കി അത് നല്ല രീതിയിൽ വിനിയോഗിക്കണം. സക്കാത്ത് കൊടുക്കാത്ത ആളുകളുണ്ടെങ്കിൽ ഉലമാക്കളുമായി ബന്ധപ്പെട്ട് സക്കാത്ത് കൊടുക്കണം. ബിദ്അത്തുകാരുമായി നിങ്ങൾ കലരാൻ പോകണ്ട. മഹല്ലുകളിൽ ഞാനും നിങ്ങളും പ്രശ്നമുണ്ടാക്കാൻ പോകണ്ട. ഒരു ആലിമിനെയും നമ്മൾ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത വിളിക്കണ്ട. ഒരു തങ്ങളെയും നമ്മൾ ആരും അധിക്ഷേപിക്കണ്ട. എല്ലാ തങ്ങന്മാരും തങ്ങന്മാരാണ്. എല്ലാ ആലിമീങ്ങളും ആലിമീങ്ങളാണ്. അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ കോടതിയിലെത്തുമ്പോൾ അവരത് പറഞ്ഞിട്ട് അവരവരുടെ പാട്ടിന് പോകും. ഞാനും നിങ്ങളും സുബഹി ഖളാക്കുന്ന ആളുകളാണ്, കള്ളുകുടിക്കുന്ന ആളുകളാണ്. എത്രയോ ആളുകൾ പെണ്ണുപിടിയുമായി ബന്ധപ്പെടുന്ന ആളുകളാണ്. എത്രയോ തോന്നിവാസങ്ങളിൽ ഇടപെടുന്ന ആളുകളാണ്. പൊന്നുമോനെ, നീ കുടിക്കല്ലേടാ, നീ കുടിക്കല്ലേടാ. മദ്യപിച്ച് നീ വാഹനം ഓടിച്ചു പോകുമ്പോ എതിരെ വരുന്ന വാഹനം പിടിച്ച് നീ അങ്ങ് കുടിയനായി മരണപ്പെട്ടു പോയാൽ പശ്ചാത്തലിക്കാൻ പോലും അവസരമില്ലാതെ താനൂരിലെ പള്ളിയുടെ ഖബർസ്ഥാനിൽ കൊണ്ട് താഴ്ത്തി വെച്ചാൽ കുടിച്ചു മരിച്ചതിന്റെ ഖബറിൽ അല്ലാഹു അലാവിന്റെ പേമാരികളെ ഖിയാമത്ത് നാൾ വരെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. പൊന്നുമോനെ, പെങ്ങളെ, വ്യഭിചരിക്കാൻ പോകല്ലേ മോളെ എന്നൊക്കെ അതാ വീട്ടിന്റെ അകത്തളങ്ങളിൽ പോലും ബാപ്പ മോളെ പീഡിപ്പിക്കുന്ന കാലമാണ്. അതേ സഹോദരനും സഹോദരിയും തമ്മിൽ നെറ്റ് കണക്ഷനുള്ള വീടാണ്. ലാപ്ടോപ്പ് വാപ്പ കൊണ്ട് കൊടുത്തിരിക്കുകയാണ്. എന്റെ മോള് പരിശുദ്ധിയുള്ള മോളാ, എന്റെ മാമോന് തെറ്റ് ചെയ്യാത്ത മോനാ എന്ന് ചിന്തിച്ച് ലാപ്ടോപ്പും വെബ് കണക്ഷനും നെറ്റ് കണക്ഷനും എടുത്തു കൊടുത്തിരിക്കുന്നു. ഗാലക്സി മോഡലുള്ള വലിയ മൊബൈൽ മേടിച്ച് മോൾക്കും മോനും സമ്മാനം കൊടുക്കുന്നു. വാപ്പാ, രണ്ടുപേരും ഗെയിം കളിച്ച് ആസ്വദിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മോൾ എഴുന്നേറ്റ് പോകുമ്പോ മോനതാ നെറ്റിനകത്ത് സെക്സ്വൽ വീഡിയോസുകൾ കണ്ടുകൊണ്ട് ലയിച്ചിരിക്കും. പെട്ടെന്ന് എഴുന്നേറ്റ് പോയ പെങ്ങൾ തിരിച്ചു വന്നിക്കാക്കാട് പിറകിൽ നിന്നത് കണ്ടുകൊണ്ട് നിൽക്കും. പെട്ടെന്ന് ചെറുക്കൻ തിരിഞ്ഞു നോക്കുമ്പോ പെങ്ങൾ കണ്ടുപോയി. അവൻ ക്ലോസാക്കും. പിന്നീട് പെങ്ങൾ പറഞ്ഞു, പ്ലീസ് കണ്ടിന്യൂ ഇക്കാക്ക, അത് തുടരട്ടെ എന്ന് പറയും. രണ്ടുപേരും അവിടെ സെക്സ്വൽ വീഡിയോസുകൾ ആസ്വദിച്ചുകൊണ്ട് സഹോദര ബന്ധത്തിന്റെ മറകൾ വലിച്ചെറിയപ്പെട്ട് വാപ്പാ സംവിധാനിച്ച വീട്ടിന്റെ അകത്തളങ്ങളിൽ സ്വന്തം രക്തത്തിൽ പിറന്ന രണ്ടു മക്കൾ വ്യഭിചരിച്ചു കൊണ്ട് കടന്നു പോകുന്നു. ഇതെന്തൊരു ദുരന്തമാണ്! ഭർത്താവിന്റെ അനുജൻ ആ ഭർത്താവിന്റെ ഭാര്യയുമായിട്ട് എന്തിനാണ് ആണും പെണ്ണും കെട്ട ഇടപാട് നടത്തുന്നത്? നീ നിന്റെ ഭാര്യ നീയാണ് ടോപ്പ് ചെയ്യേണ്ടത്, അല്ലാതെ അനിയനെ ഏൽപ്പിച്ചിട്ട് അനിയൻ കൊണ്ടുപോകട്ടെ എന്ന് പറഞ്ഞാൽ അവൻ അവൾക്ക് അന്യനാണ്. അവൻ അവൾക്ക് അന്യനായതുപോലെ അവനും അവൾക്ക് അന്യനാണ്. മുഅ്മിനീങ്ങളെ, അവിടെ വ്യഭിചാരത്തിന് സാധ്യതയേറുകയാണ്. അതേ, അനുജന്റെ ഭാര്യയെ ജ്യേഷ്ഠൻ വ്യഭിചരിക്കുന്നു, ജ്യേഷ്ഠന്റെ ഭാര്യയെ അനുജൻ വ്യഭിചരിക്കുന്നു. അതേ, ഇന്റർ സെക്സ്വൽ പ്രോബ്ലംസുകൾ അധികരിച്ച കാലഘട്ടമാണ് കാലഘട്ടം. എന്റെ പ്രിയപ്പെട്ട ഒരു സഹോദരൻ എനിക്ക് വിളിച്ചു പറഞ്ഞത് ഓർമ്മയുണ്ട്. 15 വയസ്സായ പ്രിയപ്പെട്ട പൊന്നുമോളെ ഗൾഫിലെ ദുബായിലുള്ള പ്രിയപ്പെട്ട വാപ്പ ആ സ്വന്തം വാപ്പ മകളെ വ്യഭിചരിക്കാൻ സമീപിച്ച കഥ കേട്ടിട്ട് എനിക്ക് കരയേണ്ടി വന്നിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, എങ്ങനെ സംഭവിക്കുന്നതാ ഇതൊക്കെ? അല്ലാഹുവിനെ മറന്നിട്ട് റസൂലുള്ളാഹിനെ മറന്നിട്ട് ഏതെങ്കിലുമൊക്കെ ആളുകളുമായി നമ്മൾ കമ്പനി അടിച്ചിട്ട്, എന്റെ ഉമ്മമാരെ, നിങ്ങൾ ദീനിന് പ്രാധാന്യം കൽപ്പിക്കാതെ നിങ്ങളെ മക്കളെ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് മാത്രം പഠിപ്പിക്കാൻ വിട്ടിട്ട് അല്ലാഹുവിനെ പേടിച്ച് ഞാനും നിങ്ങളും ജീവിക്കണം. കൃത്യമായി അംഗീകാരം ഞാനും
നിങ്ങളും നിസ്കരിക്കണം. ഒരാളെയും നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ ചീത്ത വിളിക്കണം. ഒരിനായ മനുഷ്യരെയും നമ്മൾ അധിക്ഷേപിക്കണ്ട. മുഅ്മിനീങ്ങൾ പരസ്പരം സ്നേഹത്തിലാകണം. മുഅ്മിനീങ്ങൾ പരസ്പരം ഐക്യത്തിലാകണം. വിദഅത്തിനോട് നിസാരഭാവം നമ്മൾ വെടിയണം. വിദഅത്തുകാരനോട് നമുക്ക് ശിഫ്തത്തുണ്ടാകണം. നമ്മുടെ റസൂലുള്ളാഹിന്റെ ഉമ്മയും ബാപ്പയും നരകത്തിലാണെന്ന് പ്രസംഗിച്ച് നടക്കുന്ന വിദഅത്തുകാരൻ അവൻ വലിയ താടിയുണ്ടെങ്കിൽ എന്താ, അവൻ നീളം കുപ്പായുണ്ടെങ്കിൽ എന്താ, അവൻ കുറെ നിസ്കരിക്കുന്നെങ്കിൽ എന്താ, അവൻ പള്ളി കെട്ടുന്നെങ്കിൽ എന്താ, എന്ത് കുന്ത്രാണ്ടോണ്ടായാലും മുത്തുനബിയുടെ ഉമ്മയും ബാപ്പയും നരകത്തിലാണെന്ന് പ്രചരിപ്പിക്കുന്ന ദുഷ്ടന്മാർ അവർ ദീനിന്റെ പേരിൽ ഏത് ബാനറിന്റെ പേരിൽ വന്നാലും അവരെ കരുതിയിരിക്കാൻ നമുക്ക് കഴിയണം. അവരോട് നിസാരഭാവം പഠിച്ചിട്ട് ശിദ്ധത്ത് നമ്മുടെ കൽവുകളിൽ ഉണ്ടാകണം. ഇല്ലെങ്കിൽ നമ്മുടെ ഈമാൻ ചോർന്നു പോകും. മുൻഗാമികൾ കാത്തു സൂക്ഷിച്ച പാരമ്പര്യം അത് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കണം. നമ്മളത് കാത്തു സൂക്ഷിക്കണമെന്ന് മാത്രം നിങ്ങളോട് വിനീതമായി ഓർമ്മപ്പെടുത്തി. പലിശ ഇടപാടാരും നടത്തരുത്, കള്ളു കുടിക്കരുത്, വ്യഭിചരിക്കരുത്, തോന്നിവാസങ്ങൾ ചെയ്യരുത്. അല്ലാഹുവിനെ പേടിച്ച് ഞാനും നിങ്ങളും ജീവിക്കണം. പടച്ച റബ്ബിന്റെ അടുക്കൽ നമ്മളെ കമൂലിയത്തുള്ളവരാകണം. ഈ പറഞ്ഞതും ആഖിറത്തിലും നമുക്ക് ഉപകാരപ്പെടുന്നതാകണം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെയല്ല, മുത്തുനബിക്ക് വേണ്ടി ഒരു പൊളിറ്റിക്കൽ നേതാവിന് വേണ്ടി നമ്മൾ സിന്ദാബാദ് വിളിക്കല്ല, ഒരു രാഷ്ട്രീയക്കാരന് വേണ്ടി മുർദാബാദ് വിളിക്കല്ല. മുത്തുനബിക്ക് വേണ്ടി സലാം അലൈക യാ റസൂൽ, സലാം അലൈക യാ ഹബീബ്, സലാം അലൈക സ്വലവാത്തുല്ലാഹ് അലൈക. പുനബി തിങ്കൾ പൂമാനെ പൂർണ്ണരാം ഹബീബായോരേ, പുണ്യമദീന വാഴുന്ന ഭൂമദി ബദറാം നൂറുല്ലാഹ് യാ നബി സലാം. ഞാൻ ആദ്യം ഓതിയ ഹദീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആദ്യം ഞാനിവിടെ ഓതിയ ഹദീസ്, ആമുഖത്തിൽ ഓതിയ ഹദീസ്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്നിട്ട് സഹാബത്തിനോട് റസൂലുള്ളാഹി ചോദിക്കുകയാണ്, അയ്യുക്കും മാലു വാരിഥിഹി അഹബ്ബു ഇലൈഹി മിൻ മാലിഹി. സ്വന്തം സമ്പത്തിനേക്കാൾ അനന്തരാവകാശിയുടെ സമ്പത്ത് ഇഷ്ടപ്പെടുന്ന ആളുകൾ ആരാ? സ്വന്തം സമ്പത്ത് അവരാരും ഇഷ്ടപ്പെടില്ല, അനന്തരാവകാശിയുടെ സമ്പത്താണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത്. ഞങ്ങളുടെ സ്വത്ത് തന്നെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം, അല്ലാതെ അനന്തരാവകാശ സ്വത്ത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല നബിയെ. അപ്പൊ റസൂലുള്ളാഹി പറയാണ്, നിങ്ങൾ ചെലവഴിച്ച സ്വത്തുണ്ടല്ലോ, ദീനിന് വേണ്ടി ചോദിച്ചപ്പോൾ കൊടുത്ത 1000 രൂപയുണ്ടല്ലോ, അതാണ് നിങ്ങളുടെ സ്വത്ത്. നിങ്ങൾ ഈ സൂക്ഷിച്ചു വെച്ചേക്കുന്ന സ്വത്തുണ്ടല്ലോ, നിങ്ങൾ കെട്ടിവെച്ചേക്കുന്ന സ്വത്തുണ്ടല്ലോ, അത് നിങ്ങളുടേതല്ല, നിങ്ങളുടെ മക്കൾക്കുള്ള സ്വത്താ. ആര് പറഞ്ഞതാ? മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് തന്നെ ഞാൻ നിർത്തുകയാണ്. നിങ്ങളെ എല്ലാ മനസ്സുള്ള മുസ്ലിങ്ങളൊക്കെ തരും ധാരാളം തരും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അദീമായ റബ്ബേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും കബൂലാക്കണേ റഹ്മാനേ. ഞങ്ങൾ ഒരുമിച്ച് കൂടിയത് സ്വീകരിക്കണേ റഹ്മാനേ. ഞങ്ങൾ ഈ പറഞ്ഞതും കേട്ടതുമെല്ലാം നാളെ ഞങ്ങളുടെ ഖബറിലും ആഖിറത്തിലും ഞങ്ങൾക്ക് ഉപകാരം നൽകണേ റഹ്മാനേ. ഇവിടെ ഒരുമിച്ച് കൂടിയ സാധുക്കളായ നല്ല മുഅ്മിനീങ്ങൾക്ക് നീ പൊറുക്കണേ അല്ലാഹ്, നീ കാരുണ്യം ചെയ്യണേ അല്ലാഹ്. അദീമായ റബ്ബേ, ഞങ്ങളുടെ ഉമ്മവാപ്പമാര്, ഞങ്ങളുടെ ഉസ്താദുമാര്, ഞങ്ങളുടെ സഹോദരങ്ങൾ, സ്നേഹജനങ്ങൾ, ഞങ്ങളുടെ സഹപാഠി സുഹൃത്തുക്കൾ, സഹകാരികൾ, ഭക്ഷണം തന്നവർ, ദുആ വസിയത്ത് ചെയ്തവർ, ഞങ്ങളുടെ സ്ഥാപനങ്ങളെയും സംരംഭങ്ങളെയും സംഗമങ്ങളെയും സഹായിക്കുന്നവർ, ഞങ്ങളുടെ മജ്ലിസുകൾ ഒരുമിച്ച് കൂടുന്ന മുഅ്മിനീങ്ങൾ എല്ലാവർക്കും നീ പൊറുക്കണേ അല്ലാഹ്.